എല്ലാവർക്കും എക്സാം വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിസിക്സ് ക്രാഷ് കോഴ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷനെ കുറിച്ചിട്ടാണ്. മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ചാനൽ റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ മോഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് മോഷൻ? വാട്ട് ഈസ് മോഷൻ? മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് ഒരാളുടെ പൊസിഷന് ഉണ്ടാകുന്ന മാറ്റമാണ് ഫിസിക്സിൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരാളുടെ പൊസിഷന് സമയത്തിന് അനുസരിച്ച് മാറ്റമുണ്ടെങ്കിൽ അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 10 മണിയായപ്പോഴേക്കും ഞാൻ ഒരു സ്ഥലത്തിരിക്കുന്നു, 10:05 ആയപ്പോഴേക്കും ഞാൻ മറ്റൊരു സ്ഥലത്താണെങ്കിൽ എനിക്ക് മോഷൻ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചലിച്ചിട്ടുണ്ട് എന്ന് ഫിസിക്സിൻ്റെ അർത്ഥത്തിൽ പറയാൻ സാധിക്കും. അതായത് സമയത്തിനനുസരിച്ച് നമ്മുടെ പൊസിഷന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഫിസിക്സിൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് പറയാൻ പോകുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിനെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഒരു സിംഗിൾ നമ്പർ കൊണ്ട്, ഒരു യൂണിറ്റോട് കൂടി ഒരു സിംഗിൾ നമ്പർ കൊണ്ട് നമുക്കതിനെ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമുക്ക് ഒരു പ്രോപ്പർ യൂണിറ്റും ഒരു സിംഗിൾ നമ്പറും ഉണ്ടെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീനെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അത് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ എന്ന നിയമവും അത് ഒബേ ചെയ്തിരിക്കണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ നിയമം പാലിക്കുന്ന ക്വാണ്ടിറ്റീനെയുമാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ്. നമുക്ക് എല്ലാവർക്കും സ്കെയിലുണ്ട്. ഈ സ്കെയിൽ എന്ന വാക്കിൽ നിന്ന് നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റിയെ ഓർത്തിരിക്കാം. ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്കെയിലിന് ഡയറക്ഷൻ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറാണ്. ഒരു 10 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ 10 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. ഒരു 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ 20 എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. ഈ നമ്പറിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്കെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4, 5 എന്നിങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷേ അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ട്രിക്കാണ്. അങ്ങനെയാണ് എന്നല്ല, ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്കത് ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളത് സ്കെയിലാറും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് വെക്റ്റർ ക്വാണ്ടിറ്റിയും ആണ്. ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് മാസ്, സ്പീഡ്, വോളിയം, വർക്ക്, ടൈം, പവർ, എനർജി, ഇലക്ട്രിക് കറൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. താഴെ പറയുന്നവയിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണെന്ന് PSCക്കും ചോദിച്ചിട്ടുണ്ട്, SSCക്കും റെയിൽവേക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, ടോർക്ക്. ഇതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ ഉദാഹരണങ്ങൾ. ഈ കൂട്ടത്തിൽ ഇലക്ട്രിക് കറൻറ്റ് മാത്രം ഞാനൊന്ന് ബോൾഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് കറൻറ്റിന് ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ അത് ഈ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷനോ പാരലോഗ്രാം ലോ ഓഫ് അഡീഷനോ പാലിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താതെ സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമം പാലിക്കാത്തത് കൊണ്ടാണ് ഡയറക്ഷൻ ഉണ്ടായിട്ട് കൂടിയും അതിനെ സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ഇനി എന്തിനാണ് ഈ ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ, എന്താണ് ഈ നിയമത്തിൽ പറയുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയെ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്റ്റ് ചെയ്യാനും എളുപ്പമാണ്. ഒരു 10 കിലോ പ്ലസ് 10 കിലോ 20 കിലോ, അല്ലെങ്കിൽ ഒരു 20 കിലോയിൽ നിന്നും 10 കിലോ കുറക്കാൻ പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് 20ൽ നിന്നും 10 മൈനസ് ചെയ്ത് 10 കിലോ എന്ന് പറയാൻ സാധിക്കും. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ എളുപ്പത്തിൽ കൂട്ടാൻ സാധിക്കില്ല. അതിന് ചില നിയമങ്ങളുണ്ട്. കാരണം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനുമുണ്ട്. അത്തരം നിയമങ്ങളെയാണ് ട്രയാങ്കിൾ ലോ ഓഫ് അഡീഷൻ അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുമാണ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസും എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ എ മൂവിങ് ഒബ്ജക്റ്റ് ഇൻ എ ടൈം ഇൻ്റർവെൽ. ഒരു ടൈം ഇൻ്റർവെലിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ആക്ച്വൽ പാത്തിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ഒരു ടൈം ഇൻ്റർവെലിൽ ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ആക്ച്വൽ പാത്തിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ബോഡി ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ കവർ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ലെങ്ത് ഓഫ് ആക്ച്വൽ പാത്താണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതിനൊരു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആവാം. എന്നാൽ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ ഏത് വേണമെങ്കിലും ആവാം. അതിന് ഡയറക്ഷൻ ഉണ്ട്. എന്നാൽ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഇതിനെ ഒരു ചെറിയൊരു ഗ്രാഫ് വഴി, ചെറിയൊരു പടം വരക്കൽ വഴി പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പാത്ത് വരക്കാം. ഇത് എ, ഇത് ബി, ഇത് സി. ഈ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ, ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം 4 കിലോമീറ്റർ, സിയിൽ നിന്നും എയിലേക്കുള്ള ദൂരം 5 കിലോമീറ്റർ എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എയിൽ നിന്നും സിയിലേക്ക് പോവാനുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാം. എയിൽ നിന്നും ആദ്യം ബിയിലേക്ക് പോയി, ബിയിൽ നിന്നും പിന്നീട് സിയിലേക്ക് പോയി. ഇതാണ് ഒരാൾ പോയ പാത്ത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്ക് പോയ 3 കിലോമീറ്റർ പ്ലസ് ബിയിൽ നിന്നും സിയിലേക്ക് പോയ 4 കിലോമീറ്റർ, മൊത്തം 7 കിലോമീറ്ററാണ് ഈ എയിൽ നിന്നും സിയിലേക്ക് പോവാനെടുത്ത ഡിസ്റ്റൻസ്. എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ എയിൽ നിന്നും സിയിലേക്ക് പോവാനെടുത്ത ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 5 കിലോമീറ്ററാണ്. കാരണം ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എയിൽ നിന്നും സിയിലേക്ക് പോവാനെടുത്തത് 5 കിലോമീറ്റർ മാത്രമാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ എപ്പോഴും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ആൾ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാളാണ് പോയിരിക്കുന്നതെങ്കിൽ ആ എ എന്ന് പറഞ്ഞ ആൾ ഏതൊക്കെ പാത്തിലൂടെ പോയിട്ടുണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റിൽ മാത്രമേ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഈ ഒരാൾ ഈ എയിൽ നിന്നും ബിയിലേക്ക് പോയി, പിന്നീട് സിയിലേക്ക് പോയി, വീണ്ടും എയിലേക്ക് പോന്നു എങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച ആകെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. 3 + 4 + 5 12 കിലോമീറ്ററാണ് അദ്ദേഹം ആകെ സഞ്ചരിച്ച ഡിസ്റ്റൻസ്. എയിൽ നിന്നും ബിയിൽ പോയി, സിയിൽ പോയി, വീണ്ടും എയിലേക്ക് വന്നു. മൊത്തം ഡിസ്റ്റൻസ് 3 × 4 = 5 = 9, 3 × 12 കിലോമീറ്ററാണ്.
എന്നാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ആദ്യത്തെ സ്ഥലവും അവസാനത്തെ സ്ഥലവും സെയിം ആണ്. അതുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേസ്മെൻറ്റിലും ഡിസ്റ്റൻസിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി പറയുന്നത് യൂണിഫോം മോഷനെ കുറിച്ചും നോൺ യൂണിഫോം മോഷനെ കുറിച്ചുമാണ്. എന്താണ് യൂണിഫോം മോഷൻ? ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലുകളിൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെയാണ് യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറഞ്ഞ ഒരാൾ 1 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 1 സെക്കൻഡിലും 5 മീറ്റർ, അടുത്ത 1 സെക്കൻഡിലും 5 മീറ്റർ, അടുത്ത 1 സെക്കൻഡിലും 5 മീറ്റർ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോഷന് പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ, ഒരേപോലെയുള്ള മോഷൻ. യൂണിഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ എന്നാണ് അർത്ഥം. നമ്മൾ സ്കൂളിലൊക്കെ യൂണിഫോം ഇടാറുണ്ട്, കാരണം എല്ലാവരും ഒരേ ഡ്രസ്സ് ഇടുന്നതിനെയാണ്, ഒരേപോലെയുള്ള ഡ്രസ്സ് ഇടുന്നതിനെയാണ് യൂണിഫോം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ യൂണിഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ എന്നാണ് അർത്ഥം. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക. അതായത് ആദ്യത്തെ 1 സെക്കൻഡിൽ 5 മീറ്റർ, രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോഴേക്കും 6 മീറ്റർ സഞ്ചരിച്ചു, മൂന്നാമത്തെ ആയപ്പോഴേക്കും 4 മീറ്ററായി. ഇങ്ങനെ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചുമാണ്. എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. കാരണം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് അതാണ്. ഒന്ന് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് അതിൻ്റെ ഇക്വേഷൻ. രണ്ടാമത്തത് വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്പീഡ്. അതിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് വെലോസിറ്റി. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിലായിരിക്കണം പോവേണ്ടത്, അത് വെലോസിറ്റിക്ക് നിർബന്ധമാണ്. ഈ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്, സ്പീഡ് വിത്ത് ഡയറക്ഷൻ, അതാണ് വെലോസിറ്റി. അതുകൊണ്ട് തന്നെ വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഉദാഹരണത്തിന് ഒരു ബൈക്ക് 50 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബൈക്ക് 50 കിലോമീറ്റർ പെർ അവറിൽ വടക്കോട്ട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വെലോസിറ്റി. ഇതാണ് ഈ തമ്മിലുള്ള വ്യത്യാസം. ഒന്നിന് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്നിന് ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വെലോസിറ്റി 0 വരാം, കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും, അപ്പോൾ വെലോസിറ്റിയും 0 വരും. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് വരും, അപ്പോൾ വെലോസിറ്റി നെഗറ്റീവ് വരും. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് വരും, അപ്പോൾ വെലോസിറ്റിയും പോസിറ്റീവ് വരും. അപ്പോൾ വെലോസിറ്റി 0 വരാം, എന്നാൽ സ്പീഡ് 0 വരില്ല, കാരണം ഡിസ്റ്റൻസ് 0 വരില്ല, അപ്പോൾ സ്പീഡും 0 വരില്ല. ഇതാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? സ്പീഡ്, ഡയറക്ഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡോ അതിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ ഇത് രണ്ടുമോ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ബൈക്കിൽ 50 കിലോമീറ്റർ പെർ അവറിൽ വടക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.
ഈ വടക്കോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു പടിഞ്ഞോട്ടൊരു വളവ് കണ്ടപ്പോഴേക്കും അദ്ദേഹം സ്പീഡ് ചേഞ്ച് ചെയ്യാതെ പടിഞ്ഞോട്ട് വളഞ്ഞു. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. എന്നാൽ നമ്മൾ പറയും വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്ന് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് മാറിയിട്ടില്ല. 50 km/h തന്നെയാണ് അദ്ദേഹം ബൈക്ക് വളച്ചത്. എന്നാൽ വടക്കോട്ട് പോയിരുന്ന ബൈക്ക് ഇപ്പോൾ പോകുന്നത് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി മാറി. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 km/h വടക്കോട്ട് പോയിരിക്കുന്ന ബൈക്ക് ഇടക്ക് വെച്ച് അദ്ദേഹം ഒന്ന് സ്പീഡ് കൂട്ടി. ഇപ്പോൾ അദ്ദേഹം പോകുന്നത് 60 km/h അപ്പോഴും നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. കാരണം മാഗ്നിറ്റ്യൂഡ് മാറി. 50 എന്ന് പറയുന്നത് 60 ഇനി ഇത് രണ്ടും മാറിയാലും വളക്കുമ്പോൾ തന്നെ 50 km പോയിരുന്ന ആൾ 40 km ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പറയും വെലോസിറ്റി ചേഞ്ച് ചെയ്തു. അങ്ങനെ സ്പീഡ്, ഡയറക്ഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. നമ്മൾ ബൈക്കിന് ആക്സിലറേറ്റർ ഉണ്ട്. ആ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴേക്കും ബൈക്കിൻ്റെ സ്പീഡ് കൂടും. അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേറ്റർ കുറക്കുമ്പോഴേക്കും ആ ബൈക്കിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. അങ്ങനെ കൂടിയും കുറയും ചെയ്യാനുള്ളതാണ് ആക്സിലറേറ്റർ. പക്ഷേ അതുമാത്രമല്ല, ഒരു നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ ഡയറക്ഷൻ മാറിയാലും ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഒരു വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ. അതിൻ്റെ ഇക്വേഷനാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയിലുണ്ടായ വ്യത്യാസം, അതാണ് ആക്സിലറേഷൻ. ഇനി അതിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ്റെ SI യൂണിറ്റ്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നേരത്തെ പറഞ്ഞു ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ മാറിയാലും ആക്സിലറേഷൻ വന്നു എന്ന് നമ്മൾ പറയും. ഇതിന് ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഇനി വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സമയത്തിനനുസരിച്ച് വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആക്സിലറേഷൻ നെഗറ്റീവായിരിക്കും. ആ ആക്സിലറേഷന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. അതായത് 50 km/h പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് 50 km/h വടക്കോട്ട് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്ക് പെട്ടെന്ന് അതിൻ്റെ വെലോസിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ ആക്സിലറേഷൻ നെഗറ്റീവാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് ആക്സിലറേഷന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. നെഗറ്റീവ് ആക്സിലറേഷന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. അതായത് വെലോസിറ്റി സമയത്തിനനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവായിരിക്കും. അതിന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ആണ്. ഒരു ചലനത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും SSC റെയിൽവേ എക്സാമുകളിലാണ് ചോദിക്കാറുള്ളത്. PSCയുടെ എക്സാമുകളിൽ അധികം കണ്ടിട്ടില്ല. നമുക്ക് പ്രധാനമായിട്ടും 2 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നോക്കാനുള്ളത്. ഒന്ന് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും രണ്ടാമത്തേത് വെലോസിറ്റി ടൈം ഗ്രാഫുമാണ്. ഒന്നാമത്തേത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഒരു ഒബ്ജക്റ്റിന് സമയത്തിനനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ ഉണ്ടായ മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന് സമയത്തിനനുസരിച്ച് അതിൻ്റെ പൊസിഷനിൽ ഉണ്ടായ മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 സന്ദർഭങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് യൂണിഫോം സ്പീഡ്, 2 നോൺ യൂണിഫോം സ്പീഡ്, 3 സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഇങ്ങനെ 3 സന്ദർഭങ്ങളാണുള്ളത്. യൂണിഫോം സ്പീഡിൽ പോകുമ്പോഴേക്കും ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു ഒബ്ജക്റ്റ്
യൂണിഫോം സ്പീഡിലാണ് പോണതെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. കാരണം അതിൻ്റെ ടൈം കൂടുന്നതനുസരിച്ച് ആ റേറ്റിൽ തന്നെയായിരിക്കും ഡിസ്റ്റൻസും കൂടുക. അത് കൂടുന്ന റേറ്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതിനു വേണ്ടിയാണ് യൂണിഫോം സ്പീഡിന് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് നോൺ യൂണിഫോം സ്പീഡാണ്. അതിന് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് കർവ്ഡ് ലൈനാണ്, അല്ലെങ്കിൽ നോൺ ലീനിയർ ലൈനാണ്. കർവ്ഡ് ലൈനാണ് നോൺ യൂണിഫോം സ്പീഡിനെ കാണിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. കാരണം സമയം മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടാം കുറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ടാണ് അതിന് ഒരു കർവ്ഡ് ലൈൻ അല്ലെങ്കിൽ ഒരു നോൺ ലീനിയർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് അനങ്ങാതെ നിൽക്കുന്നത്, സമയം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷന് മാറ്റമില്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. നമുക്കറിയാം ഈ ടൈമിൻ്റെ ലൈനാണ് എക്സ് ആക്സിസ്, ഡിസ്റ്റൻസിൻ്റെ ലൈനാണ് വൈ ആക്സിസ്. ഈ ടൈമിൻ്റെ ലൈന് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ്. കാരണം ഇവിടെ ടൈം കൂടുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നതോറും ടൈം ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റൻസ് വൈ ആക്സിസ് നോക്കുക, വൈ ആക്സിസിന് മാറ്റമൊന്നുമില്ല, ഇതിങ്ങനെ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ സമയം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടി സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് സമയത്തിനനുസരിച്ച് സ്ട്രെയിറ്റ് ലൈനിൽ ഉള്ള വെലോസിറ്റിയുടെ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവിങ്ങിൽ സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്കുള്ള മാറ്റം. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് യൂണിഫോം മോഷനാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ നമ്മൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിന് പറഞ്ഞ പോലെ തന്നെയാണ്, എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. അതാണ് നമ്മൾ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന് യൂണിഫോം മോഷന് ഉപയോഗിക്കുന്നത്. കാരണം ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റം വരില്ല. അതാണ് യൂണിഫോം മോഷൻ. ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റം വരുന്നില്ല. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ. രണ്ടാമത്തത് യൂണിഫോം ആക്സിലറേഷൻ. നേരത്തെ യൂണിഫോം മോഷൻ ആണ്, ഇനി പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ്റെത് സ്ട്രെയിറ്റ് ലൈനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് യൂണിഫോം ആക്സിലറേഷൻ സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി പറയുന്നത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ, ഇവിടെ പറഞ്ഞത് യൂണിഫോം ആക്സിലറേഷൻ. ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം. കാരണം അത് കൂടും കുറയും, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അത് പോവാം. അതുകൊണ്ട് അതിന് ഏത് ഷേപ്പ് വേണമെങ്കിലും വരാം. പോസിറ്റീവ് വരാം, ആക്സിലറേഷൻ അല്ലേ, പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, സീറോ വരാം, അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. അതുകൊണ്ട് നമുക്ക് പറയാം ഏത് ഷേപ്പ് വേണമെങ്കിലും നോൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന് വെലോസിറ്റി ടൈം ഗ്രാഫിന് വരാം. അടുത്തത് സർക്കുലർ മോഷനാണ്. വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്, ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ രൂപത്തിലുള്ള മോഷനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ കൂടി യൂണിഫോം സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആ മോഷനെ നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാം. ഒരു സർക്കുലർ പാത്തിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവിങ്ങിനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അതൊരു യൂണിഫോം സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ആ മോഷനെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഈ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു ആക്സലറേറ്റഡ് മോഷനാണ്. കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ സർക്കിളിൽ ചുറ്റിനും ഇങ്ങനെ ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക.
പക്ഷേ ഓരോ ഇൻസ്റ്റൻറ്റിലും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഈ ആരോ പോണ രീതിയിലായിരിക്കും. ഇവിടെ എത്തുമ്പോഴേക്കും ഇങ്ങോട്ടാണ്, ഇവിടെ എത്തുമ്പോഴേക്കും ഇങ്ങോട്ടാണ്. ഈ ഭാഗത്ത് സൗത്തിലേക്കാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഈസ്റ്റിലേക്കാണ്, ഇവിടെ നോർത്തിലേക്കാണ്, ഇവിടെ വെസ്റ്റിലേക്കാണ്. അങ്ങനെ ഓരോ നിമിഷത്തിലും ഒരു സർക്കുലർ മോഷനിലുള്ള ഒരാളുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം ഒരു ഡയറക്ഷനിൽ തന്നെ ആവില്ല, എപ്പോഴും ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മോഷനിൽ മാഗ്നിറ്റ്യൂഡ് സ്പീഡ് മാറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് അദ്ദേഹം എപ്പോഴും ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും. നേരത്തെ പറഞ്ഞു വെലോസിറ്റിക്കുണ്ടാകുന്ന ചേഞ്ചാണ് ആക്സിലറേഷൻ. അത് സ്പീഡായിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ രണ്ടുമായിക്കോട്ടെ, എന്തിനെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയും എന്ന് പറഞ്ഞു. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറിയില്ലെങ്കിൽ പോലും ഡയറക്ഷൻ എപ്പോഴും മാറുന്നത് കൊണ്ട് യൂണിഫോം സർക്കുലർ മോഷൻ എപ്പോഴും ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മോഷൻ്റെ ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനിയുള്ള ക്ലാസ്സിൽ ന്യൂട്ടൻ്റെ 3 നിയമങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതാണ് മോഷൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇനി പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.